ചിലിയിലെ ഗ്രാമങ്ങളിൽ, പെറുവിലെ ആമസോൺ കാടുകളിൽ, വെനിസ്വേലയിലെ ദാരിദ്ര്യത്തിന്റെ തെരുവുകളിൽ എർണസ്റ്റോ ഒരു ജനതയുടെ വേദന കണ്ടു. 1985 മെക്സിക്കോയിൽ ചെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി, ഫിഡൽ കാസ്ട്രോ. ഒരു സിഗാർ പുകച്ച് ഒരു രാത്രി മുഴുവൻ അവർ സ്വപ്നം കണ്ടു, ഒരു സ്വതന്ത്ര ക്യൂബയെക്കുറിച്ച്. ചെഗുവര വെറും ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ അവന്റെ ജീവിതം ഒരു വലിയ കനവായിരുന്നു. ഒരു ലോകത്തിന്റെ തുല്യതയുടെ, മനുഷ്യത്വത്തിന്റെ കനവ്. അവന്റെ ശ്വാസം ഒരു വിപ്ലവമായി, അവന്റെ മരണം ഒരു പ്രതീക്ഷയായി. കാലം ഇത്രയേറെ കടന്നുപോയിട്ടും ചെയ്യുന്നും മറക്കാത്ത ഓർമ്മയാണ്. ഒരു കവിതയിൽ നിന്നും തുടങ്ങാം. അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. ഒരിടത്ത് അവന് പേർ ചെഗുവേര എന്നെങ്കിൽ ഒരിടത്തവന് ഭഗത് സിംഗ് പേർ. നമ്മുടെ ഈ വീഡിയോ ചെഗുവേരയെ കുറിച്ചാണ്. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു മനുഷ്യന്റെ, ഒരു വിപ്ലവകാരിയുടെ, ഒരു കനവിന്റെ ജീവിത പാതയിലൂടെയാണ്. അവന്റെ പേര് എർണസ്റ്റോ ചെഗുവേര. പക്ഷേ ലോകം അവനെ ആവേശത്തോടെ വിളിച്ചത് ചെ ഒരു പേര് മാത്രമല്ല, ഒരു മന്ത്രമായിരുന്നു. ഒരു കലാപത്തിന്റെ ആന്തരിക നാദമായിരുന്നു. ഒരു മനുഷ്യന്റെ ജനനം കൊണ്ടല്ല, അവന്റെ ജീവിതം കൊണ്ട്, അവന്റെ ത്യാഗം കൊണ്ട് ലോകമെങ്ങും അനശ്വരമായ ഒരു പ്രതീകമായി ചെ. ഈ വീഡിയോ ചെഗുവേരയുടെ ജീവിതത്തിന്റെ മനോഹരമായ, വേദനാജനകമായ, അഗ്നിനിർദ്ധരിയായ ഒരു ചരിത്രമാണ്. അവന്റെ ജനനം മുതൽ അവന്റെ അന്ത്യം വരെ ഒരു തീനാളമായി, ഒരു കാറ്റായി, ഒരു സ്വപ്നമായി അവൻ കടന്നുപോയ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. 1928 ജൂൺ 14 അർജന്റീനയിലെ റൊസാരിയോയിൽ ഒരു നക്ഷത്രം ഭൂമിയെ തൊട്ടു. എർണസ്റ്റോയുടെ ഞരമ്പുകളിൽ വിപ്ലവത്തിന്റെ ഒരു തുടിപ്പ് ജനനം മുതൽ തന്നെ ഒളിഞ്ഞിരുന്നിരിക്കണം. 2ാമത്തെ വയസ്സിൽ എർണസ്റ്റോ ആസ്മ പിടികൂടി. ഒരു ശ്വാസം ഒരു യുദ്ധമായി. ഓരോ രാത്രിയും ശ്വാസമുട്ടലിന്റെ നടുക്കത്തിൽ അവൻ ജീവിതത്തിനായി പോരാടി. പക്ഷേ ഈ വേദന അവനെ ദുർബലനാക്കിയില്ല. മറിച്ച് ഒരു അനുഭവത്തിന്റെ, ഒരു ധൈര്യത്തിന്റെ, ഒരു അനുകമ്പയുടെ വിത്ത് അവന്റെ ഹൃദയത്തിൽ വിതച്ചു. അവന്റെ മാതാപിതാക്കൾ അവനെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു. ഷേക്സ്പിയർ, നെറൂദ, മാർക്സ്, ഫ്രോയിഡ്. ഒരു ബാലന്റെ മനസ്സ് ലോകത്തിന്റെ ചിന്തകളാൽ നിറഞ്ഞു. എർണസ്റ്റോ ഒരു വായനക്കാരനായിരുന്നു, ഒരു ചിന്തകനായിരുന്നു. പക്ഷേ അവന്റെ ജീവിതം ഒരു പുസ്തകത്തിന്റെ പേജുകളിൽ മാത്രം ഒതുങ്ങാൻ തീരുമാനിച്ചിരുന്നില്ല. 1950കളുടെ തുടക്കം എർണസ്റ്റോ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലം. പക്ഷേ അവന്റെ ഹൃദയം ഒരു ആശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ തടവിലാകാൻ വിസമ്മതിച്ചുകൊണ്ടേയിരുന്നു. 1951 തന്റെ സുഹൃത്ത് ആൽബർട്ടോ ഗ്രനാഡോയുമൊത്ത് അവനൊരു മോട്ടോർ സൈക്കിളിൽ ഒരു സാഹസിക യാത്ര ആരംഭിച്ചു. ലാ പൊഡാറോസ എന്ന ആ മോട്ടോർ സൈക്കിളിൽ അവൻ ദക്ഷിണാമേരിക്കയുടെ ഹൃദയങ്ങളിലേക്ക് കുതിച്ചു. ഈ യാത്ര ഒരു ടൂറിസ്റ്റിന്റെ കാഴ്ചപ്പാടോട് കൂടിയായിരുന്നില്ല. ചിലിയിലെ ഗ്രാമങ്ങളിൽ, പെറുവിലെ ആമസോൺ കാടുകളിൽ, വെനിസ്വേലയിലെ ദാരിദ്ര്യത്തിന്റെ തെരുവുകളിൽ എർണസ്റ്റോ ഒരു ജനതയുടെ വേദന കണ്ടു. കുഷ്ഠരോഗികളുടെ ഒറ്റപ്പെടലിൽ, തദ്ദേശവാസികളുടെ അപമാനത്തിൽ, ഖനിത്തൊഴിലാളികളുടെ ശ്വാസം മുട്ടലിൽ അവന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ യാത്ര എർണസ്റ്റോയെ ചേയാക്കി. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന തന്റെ കുറിപ്പിൽ അവൻ എഴുതി, ഞാനൊരു വ്യക്തിയല്ല, ഞാനൊരു ജനതയാണ്. ഈ വാക്കുകൾ ഒരു വിപ്ലവകാരിയുടെ ജനനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. എർണസ്റ്റോ എന്ന യുവ ഡോക്ടർ അവന്റെ ജീവിതം ഒരു സെതസ്കോപ്പിന്റെ താളത്തിൽ നിന്ന് ഒരു വിപ്ലവത്തിന്റെ നാദത്തിലേക്ക് മാറ്റുകയാണ്. ഗ്വാട്ടിമാലയിൽ അയാൾ ഒരു പരിഷ്കരണ സർക്കാരിന്റെ പ്രതീക്ഷകൾ കണ്ടു. പക്ഷേ അമേരിക്കൻ പിന്തുണയുള്ള അട്ടിമറി ആ പ്രതീക്ഷകളെ തകർത്തു. ഈ സംഭവം ചെഗുവേരയെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റി. 1985 മെക്സിക്കോയിൽ ചെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി, ഫിഡൽ കാസ്ട്രോ. ഒരു സിഗാർ പുകച്ച് ഒരു രാത്രി മുഴുവൻ അവർ സ്വപ്നം കണ്ടു, ഒരു സ്വതന്ത്ര ക്യൂബയെക്കുറിച്ച്. കാസ്ട്രോയുടെ 26 ജൂലൈ മൂവ്മെന്റിൽ ചെ ഒരു ഡോക്ടറായി, ഒരു പോരാളിയായി, ഒരു തന്ത്രജ്ഞനായി. അങ്ങനെ 1986 ഗ്രാൻമ എന്ന കപ്പലിൽ 82 പോരാളികളുമായി ക്യൂബയിലേക്ക് പുറപ്പെട്ടു. കടലിന്റെ ക്രോധവും ബാറ്റിസ്റ്റയുടെ സൈന്യവും അവരെ സ്വീകരിച്ചു. പക്ഷേ സിയറ മാർഷയുടെ കാടുകളിൽ ചെ ഒരു ഗറില്ല നേതാവായി ഉയർന്നു. ആസ്മാവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ ഓരോ ശ്വാസവും ഒരു തീപ്പന്തമായി, ഒരു പ്രതീക്ഷയായി. 1958 സാന്റാ ക്ലാരയിലെ യുദ്ധം ചെ ഒരു ട്രെയിൻ പിടിച്ചെടുത്തു. ഈ വിജയം ബാറ്റിസ്റ്റയുടെ സൈന്യത്തിന്റെ നട്ടലൊടിച്ചു. 1959 ജനുവരി 1 ഫിഡൽ കാസ്ട്രോ ഹവാനയിൽ വിജയം പ്രഖ്യാപിച്ചു. ചെഗുവേര ഒരു വിപ്ലവത്തിന്റെ മുഖമായി. വിപ്ലവം ക്യൂബയിൽ വിജയിച്ചു. പക്ഷേ ചെ ഒരു കസേരയിൽ മന്ത്രിയായി തടവിലാകാൻ വിസമ്മതിച്ചു. അവൻ ക്യൂബയുടെ വ്യവസായ മന്ത്രിയായി, ബാങ്ക് ഗവർണറായി. പക്ഷേ അവന്റെ ഹൃദയം ഒരു പുതിയ വിപ്ലവത്തിനായി തുടിച്ചുകൊണ്ടേയിരുന്നു. 1965 ചെ കോങ്കോയിലേക്ക് പോയി. അവിടെ ഒരു വിപ്ലവം അവന്റെ കൈകളാൽ വിജയിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ ചെ പിന്മാറിയില്ല. 1966 ബൊളീവിയയിൽ ഒരു പുതിയ യുദ്ധം, ഒരു പുതിയ സ്വപ്നം. പക്ഷേ ബൊളീവിയൻ കാടുകൾ അവന്റെ സൈന്യത്തെ ഒറ്റപ്പെടുത്തി. 1967 ഒക്ടോബർ 8 ചെ പിടിയിലായി. അവന്റെ ശരീരം ക്ഷീണിതമായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ ഒരു വിപ്ലവത്തിന്റെ തീനാളമായിരുന്നു. 1967 ഒക്ടോബർ 9 ചെഗുവേര വെടിയുണ്ടകളാൽ ഒരു ബൊളീവിയൻ സ്കൂൾ മുറിയിൽ വീണു. അവന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ്: വെടിവെക്കൂ, നിങ്ങൾ നിന്റെ ജോലി ചെയ്യൂ. നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത്. പക്ഷേ ചെ മരിച്ചിട്ടില്ല. അവന്റെ ശരീരം മണ്ണിലേക്ക് മറഞ്ഞെങ്കിലും
അവൻ്റെ ആത്മാവ് ഒരു പ്രതീകമായി ലോകത്തെങ്ങും പടർന്നു. അവൻ്റെ ചിത്രം ആൽബർട്ടോ ക്വാഡ്രോയുടെ ക്യാമറയിൽ പതിഞ്ഞ ഗറില്ല ഹീറോയിക്ക ഒരു വിപ്ലവത്തിൻ്റെ മുഖമായി. അനീതിക്കെതിരെ ചരിത്രത്തിൽ അവൻ്റെ ശബ്ദം ഒരു അഗ്നിപർവ്വതമായി ജ്വലിച്ചുകൊണ്ടിരുന്നു. ചെഗുവര വെറുമൊരു മനുഷ്യനായിരുന്നു, പക്ഷേ അവൻ്റെ ജീവിതം ഒരു വലിയ കനവായിരുന്നു. ഒരു ലോകത്തിൻ്റെ തുല്യതയുടെ, മനുഷ്യത്വത്തിൻ്റെ കനവ്. അവൻ്റെ ശ്വാസം ഒരു വിപ്ലവമായി, അവൻ്റെ മരണം ഒരു പ്രതീക്ഷയായി. കാലം ഇത്രയേറെ കടന്നുപോയിട്ടും ചെയ്യുന്നും മറക്കാത്ത ഓർമ്മയാണ്. ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ എല്ലാ പോസ്റ്റുകളിൽ നമുക്ക് ചെഗുവരയെ കാണാം. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവൻ്റെ DP-കളിലും സ്റ്റാറ്റസുകളിലും ടീഷർട്ടുകളിലും നമുക്ക് ചെയെ കാണാൻ കഴിയും. അവനവന് വേണ്ടിയല്ലാതെ അപരനു വേണ്ടി ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ, അവൻ്റെ പേര് ചെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കരുത്. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. ബൈ.